നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ ട്രംപ് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആയത്തുള്ള അലി ഖമനേയെ വധിക്കുന്നു. ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നു. ഇക്കഴിഞ്ഞ ജനുവരിയിൽ വെനിസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ സൈന്യം പിടിച്ചുകെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നു. എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെയും പ്രസിഡന്റിൻ്റെ അധികാരങ്ങളുടെയും വ്യാപ്തിയും അതിൻ്റെ അധികാര തലങ്ങളും സംബന്ധിച്ച് തർക്കങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനവും തുടർന്ന് ഇസ്രയേലും അമേരിക്കയും ചേർന്നൊരുക്കിയ യുദ്ധവുമൊക്കെ. യുദ്ധം പ്രഖ്യാപിക്കാനും അമേരിക്കൻ സൈനികരെ യുദ്ധത്തിന് നിയോഗിക്കാനും ആർക്കാണ് അധികാരം എന്ന തർക്കം അമേരിക്കയിൽ തുടരുന്നതിനിടയിലാണ് ട്രംപ് ഇപ്പോൾ ഇറാനെതിരെ അതിശക്ത നീക്കങ്ങൾക്ക് തുടക്കമിട്ടത്. എല്ലാം ട്രംപിൻ്റെ തീരുമാനമെന്ന് US ഉദ്യോഗസ്ഥർ. ശനിയാഴ്ച തന്നെ ആക്രമണം നടത്താൻ ചില കാരണങ്ങളുണ്ട്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ വധിച്ചതിന് തൊട്ടുപിന്നാലെ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് ഇനി ശത്രുക്കളെ കാത്തിരിക്കുന്നത് എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തിരിച്ചടിക്കുന്നു. നിങ്ങൾ പ്രതികാരമെന്ന പേരിൽ ഇനി തിരിച്ചടിയെന്ന വിഡ്ഢിത്തവുമായി ഇറങ്ങരുത്. ഞങ്ങൾ ഏറ്റവും ശക്തിയോടെ നിങ്ങളെ ആക്രമിക്കും. അത് താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇറാനെതിരെയുള്ള സൈനിക നീക്കത്തിന് ശനിയാഴ്ച തന്നെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ പ്രത്യേക കാരണങ്ങളുണ്ട് എന്ന് US വൃത്തങ്ങൾ വ്യക്തമാക്കി. US-ന്റെ നടപടികൾക്കെതിരെ പ്രതിരോധ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇറാൻ പദ്ധതിയിടുന്നതായ വിവരം അമേരിക്കയ്ക്ക് ലഭിക്കുന്നു. ഇതിനെ തുടർന്നാണ് പെട്ടെന്ന് ശനിയാഴ്ച പകൽ സമയം തന്നെ ഇറാനെതിരെ ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനത്തിലെത്തിയത്. ഒരു വശത്ത് ഇസ്രായേൽ അമേരിക്ക സംയുക്തമായി വ്യോമ നാവിക നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഉന്നത ഉപദേഷ്ടാക്കളുമായി ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിക്കുന്നു. ആ കൂടിക്കാഴ്ചയെ തുടർന്ന് ഇസ്രയേലിന് നേർക്ക് കടന്നാക്രമണം നടത്തുകയായിരുന്നു അലി ഖമനേയുടെ ലക്ഷ്യം. ഒപ്പം അമേരിക്കൻ സേനയെയും ലക്ഷ്യമിട്ടിരുന്നു. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഖമനേയി കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയത് ശനിയാഴ്ച രാവിലെ എന്ന വിവരം അമേരിക്കയ്ക്ക് ലഭിക്കുന്നു. ശനിയാഴ്ച രാവിലെയോ വൈകുന്നേരമോ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്താനുള്ള എല്ലാ സാഹചര്യവും ഖമനേയി ഒരുക്കി. കൂടിക്കാഴ്ചയുടെ സ്ഥലം അപ്പോൾ വ്യക്തമായിരുന്നില്ല. സാധാരണ ഇത്തരം കൂടിക്കാഴ്ചകൾക്ക് തൊട്ടു മുൻപാണ് പങ്കെടുക്കുന്നവർക്ക് സ്ഥലം ഏതെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് ട്രംപ് നെതന്യാഹുവുമായി ബന്ധപ്പെട്ടു. നമ്മൾ ആദ്യം ആക്രമിക്കപ്പെടുന്ന തലം വരെ കാത്തിരുന്നാൽ സാധാരണയായി സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു. അമേരിക്കൻ സൈനികർക്കും സഖ്യ കക്ഷികൾക്കുമൊക്കെ ഇത് ഗണ്യമായ അപകടമുണ്ടാക്കും. ഖമനേയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പതിവ് മിസൈൽ ആക്രമണവും ഇക്കുറി അനുവദിക്കേണ്ടതില്ല എന്ന് ട്രംപ് തീരുമാനമെടുത്തു. ഖമനേയെ കൊലപ്പെടുത്താൻ ട്രംപ് തീരുമാനിച്ചതിന് പിന്നിൽ ചില വസ്തുതകളുണ്ട്. ഇറാൻ ഭരണകൂടം മുൻപ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴിതാ UN-ലെ US അംബാസഡർ മൈക്ക് വാട്സ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകി. കഴിഞ്ഞകാല ചെയ്തികൾ മറന്നുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഒരു സ്വയം ഇരയായി അവതരിക്കുന്നത്. US സ്വീകരിക്കുന്നത് നിയമപരമായ നടപടികളാണ് എന്ന് മൈക്ക് വാട്സ് വിശദീകരിക്കുന്നു. ഇറാനെതിരായി US ഇസ്രയേൽ ആക്രമണങ്ങളെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത യുദ്ധ സാഹചര്യം ചർച്ച ചെയ്യാൻ ചേർന്ന UN സുരക്ഷാ കൗൺസിലിൻ്റെ അടിയന്തര യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയെ എപ്പിക് ഫ്യൂറിയിലൂടെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു മൈക്ക് വാട്സിൻ്റെ പ്രതികരണം. ഇറാൻ ഭരണകൂടം ലോകത്തെ മനഃപൂർവ്വം അസ്ഥിരപ്പെടുത്തുകയാണ്. നിരവധി അമേരിക്കൻ സൈനികരുടെയും പൗരന്മാരുടെയും ഒക്കെ മരണത്തിന് പിന്നിൽ അവർ ഉത്തരവാദികളാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇറാൻ സ്വയം മുന്നോട്ട് വരാതെ ചില സായുധ ഗ്രൂപ്പുകളുടെ സഹായത്തോടെയാണ് ഇതിനുള്ള നീക്കങ്ങൾ നടത്തിയത്. രക്തച്ചൊരിച്ചിലിനും ക്രമക്കേടിനും കാരണമാകുന്നത് ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളാണ്. ഇറാൻ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൻ്റെ സുരക്ഷ അവർ അപകടത്തിലാക്കുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് അവസരം തുറന്നു കിട്ടിയിട്ടും അവർ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ആണവ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇറാന്റെ ഈ നടപടികൾക്കെതിരെ അമേരിക്ക സ്വീകരിച്ച നിയമപരമായ നടപടിയാണ് ഇപ്പോൾ ഈ നടന്ന ആക്രമണമെന്ന് മൈക്ക് വാട്സ് പറയുന്നു. അലി ഖമനേയുടെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെ മേൽ കനത്ത ആക്രമണം തുടരുകയാണ് ഇപ്പോഴും ഇറാൻ.
ഏറ്റവും ഒടുവിലിത ഒമാൻ കേന്ദ്രീകരിച്ച് വലിയ ആക്രമണങ്ങൾ. തങ്ങളുടെ പരമോന്നത നേതാവിൻ്റെ കൊലപാതകത്തിന് പ്രതികാരമായി ശക്തമായി ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് തങ്ങൾ കടക്കുന്നുവെന്നാണ് ഇറാൻ വ്യക്തമാക്കിയത്. ഞായറാഴ്ച രാവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിശക്തമായ ഭാഷയിൽ ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ഞായറാഴ്ച പകലും ഇപ്പോൾ തുടർച്ചയായി ഇസ്രായേലിന് നേർക്ക് മിസൈലുകൾ തൊടുക്കുകയാണ് ഒരു വശത്ത് ഇറാൻ. മറുവശത്ത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആക്രമണങ്ങൾ ഘടിപ്പിക്കുന്നു. ദുബായിലെ വ്യവസായ കേന്ദ്രങ്ങളെ അടക്കം ഇറാൻ ലക്ഷ്യമിടുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ. തിരിച്ചടിയെന്ന വിഡ്ഢിത്തവുമായി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോയാൽ അതിശക്തമായി ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ വളരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അവർ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ അങ്ങനെ ചെയ്താൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശക്തി ഉപയോഗിച്ച് ഞങ്ങൾ അവരെ തകർക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. US താവളങ്ങൾക്കും ഇസ്രായേലിനുമെതിരെയാണ് ഇപ്പോൾ പ്രതികാരവുമായി ഇറാൻ ഇറങ്ങിയിരിക്കുന്നത്. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ എല്ലാറ്റിനുമൊടുവിലിത ഒമാൻ കേന്ദ്രീകരിച്ചും ശക്തമായ ആക്രമണങ്ങൾ. ശനിയാഴ്ച രാത്രിയിലും ഞായറാഴ്ച രാവിലെയും മധ്യതെക്കൻ വടക്കൻ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും സൈറണുകളുടെ തിരമാലകൾ ആവർത്തിക്കുന്നു. ഇറാനിലേക്ക് തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയാണ് ഇറാൻ. ജെറുസലേം പ്രദേശത്തേക്ക് നിരവധി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുക്കുന്നത്. മറുവശത്ത് UAEയിലെ ദുബായും അബുദാബിയും കേന്ദ്രീകരിച്ച് വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു ഇറാൻ. ഇസ്രായേലിന് നേർക്കുള്ള ആക്രമണം കടുത്തതോടെ ടെഹ്റാന് നേർക്ക് സമാനതകളില്ലാത്ത അതിശക്തമായ തിരിച്ചടി നൽകി ഇസ്രായേൽ. നിരവധി പോർവിമാനങ്ങൾ ഇറാൻ ആകാശത്തെത്തിച്ചായിരുന്നു ടെഹ്റാൻ്റെ നെഞ്ചു പിളർന്നത്. ടെഹ്റാനെ പൂർണ്ണമായും നടുക്കുന്ന ആക്രമണമാണ് മണിക്കൂറുകൾക്ക് മുൻപ് ഇസ്രായേൽ നടത്തിയത്. പടിഞ്ഞാറൻ ഇറാനിലും മധ്യ ഇറാനിലുമുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ട് ഞായറാഴ്ച 30ഓളം ലക്ഷ്യങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാന്റെ തലസ്ഥാനം ഇസ്രായേൽ ലക്ഷ്യമിട്ടുവെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ടെഹ്റാനിലുണ്ടായ സ്ഫോടനത്തിൽ ആകാശത്തേക്ക് വലിയ പുകപടലങ്ങൾ ഉയർന്നു. നിലം കുലുങ്ങി. ലക്ഷ്യം എന്താണ് എന്ന് പോലും പെട്ടെന്ന് വ്യക്തമായില്ല. ഇറാനിയൻ പോലീസ് ആസ്ഥാനവും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയിലായിരുന്നു ആക്രമണം. ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇറാനിൽ ഏകദേശം 1200-ലധികം സ്ഫോടനങ്ങൾ ഇസ്രായേൽ നടത്തി എന്ന് ഇസ്രായേൽ പറയുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. 200-ലധികം ഇസ്രായേലി പോർവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ ഒരു AI വീഡിയോ പുറത്തിറക്കി. അതിൽ അദ്ദേഹം ഇറാനിയൻ ജനതയോട് പേർഷ്യൻ ഭാഷയിൽ ഭരണകൂടത്തിനെതിരെ എഴുന്നേൽക്കാൻ പറയുന്നു. വരും ദിവസങ്ങളിൽ തീവ്രവാദ ഭരണകൂടത്തിൻ്റെ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കും. ഇറാനിലെ ധീരരായ ജനങ്ങൾക്ക് സ്വേച്ഛാധിപത്യത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും. ഈ അവസരം നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. എല്ലാ തലമുറയിലും ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമാണിത്. നിഷ്ക്രിയരായി ഇരിക്കരുത്, കാരണം നിങ്ങളുടെ നിമിഷം ഉടൻ വരും. US വ്യോമാക്രമണത്തിന് പ്രതികാരമായി ടെഹ്റാൻ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള പാശ്ചാത്യ എൻക്ലേവുകളിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ദുബായിലെ പ്രശസ്തമായ ബുർജ് അൽ അറബ് ഹോട്ടൽ ഇന്നലെ രാത്രി ഇറാനിയൻ ചാവേർ ഡ്രോൺ ആക്രമണത്തിന് ശേഷം തീപിടിച്ചു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ചാവേർ ഡ്രോൺ ദുബായിലെ പ്രശസ്ത പാം ജുമൈറ ഹോട്ടലിൽ ഇടിച്ചു കയറി 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ബഹ്റിനിലെ റെസിഡൻഷ്യൽ അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണം. ഖത്തർ, കുവൈറ്റ്, അബുദാബി എന്നിവിടങ്ങളിലെ US താവളങ്ങൾ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ആക്രമിച്ചു. ദുബായിലെ പാം ജുമൈറ പെയർമോണ്ട് ഹോട്ടലിൽ ഷഹദ് ഡ്രോൺ ഇടിച്ച നിമിഷം പകർത്തിയ നാടകീയമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ബഹ്റിനിലെ US നാവിക താവളത്തെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം ആഡംബര അപ്പാർട്ട്മെന്റ് കെട്ടിടമായ യെറാവ്യൂ ടവർ എന്ന് വിളിക്കുന്ന ബഹ്റിനിലെ ഒരു ബഹുനില കെട്ടിടത്തിലേക്ക് ചാവേർ ഡ്രോൺ. കെട്ടിടത്തിൻ്റെ മുകൾ ഒരു തീഗോളമായി മാറി. അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെ ആക്രമണം കനപ്പിച്ചതോടെ ട്രംപ് കൂടുതൽ ക്രോധത്തിലാണ്. ഇറാനെ തച്ചു തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. കൂടുതൽ കളിക്കരുത് എന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.